സംസ്ഥാന സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് വന്ദേമാതരം മുഴുവൻ ചൊല്ലണമെന്ന സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. തിരൂരിൽ നടന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് പ്രഖ്യാപിത നിലപാടുണ്ട്. കോൺഗ്രസിനും ഇതേ നിലപാടാണ് ഉണ്ടായിരുന്നത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ല. ഇതാണ് രാജ്യത്തിന്റെ നിലപാട്. മതനിരപേക്ഷതയുടെ നിലപാട് കൂടിയാണിത്. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണമെന്നത് RSSന്റെ നിലപാടാണ്. കോൺഗ്രസ് എന്തിനാണ് RSSന്റെ നിലപാട് ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥയെ LDF സർക്കാർ എതിർത്തിരുന്നു. കോടതിയിലും പോയി. LDF ഭരണകാലത്ത് അമുസ്ലിങ്ങളെ ഒഴിവാക്കിയാണ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നാണ് UDF സർക്കാർ പറഞ്ഞത്. RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുകയാണ് ഇവിടെയും. വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ലീഗ് മന്ത്രിയാണ്. ഇതിൽ പരം കീഴടങ്ങൽ വേറെയുണ്ടോ? PM ശ്രീ വിഷയത്തിലും എന്താണ് നടന്നത്? LDF അതിന് എതിരായിരുന്നു. LDF ആലോചിച്ചപ്പോൾ PM ശ്രീയുമായി മുന്നോട്ടു പോകണ്ടെന്നാണ് തീരുമാനിച്ചത്. ധാരണാപത്രമല്ലാതെ മറ്റൊന്നിലും മുന്നോട്ടു പോയിരുന്നില്ല. എന്നാൽ ഈ സർക്കാർ വന്നതോടെ നടപ്പാക്കാൻ തിടുക്കമായി. കഴുകൻ കണ്ണോടെയാണ് RSS കാത്തിരിക്കുന്നത്. RSSന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് UDF എന്നും പിണറായി പറഞ്ഞു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നാം കണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങളൊക്കെ പോയി അവിടെ ഇരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയോ അന്ന് പ്രതിപക്ഷമായ ആളുകളോ വന്നിരുന്നില്ല എന്നത് നിങ്ങൾ ഓർക്കണം. പക്ഷേ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോയി. അപ്പോൾ കണ്ട കാഴ്ച ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വന്ദേമാതരം ഒന്ന് ചൊല്ലുക. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ പ്രഖ്യാപിതമായ നിലപാട് രാജ്യത്തിനുണ്ട്. ഇപ്പോഴുള്ളതല്ല, പണ്ടേ രാജ്യത്തിനുണ്ട്. കോൺഗ്രസിന് പാർട്ടി എന്ന നിലക്കുണ്ട്. കോൺഗ്രസ്സുകാരനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ നെഹ്റു അംഗീകരിച്ച നയമുണ്ട് വന്ദേമാതരത്തിന്റെ കാര്യം. വന്ദേമാതരം എങ്ങനെ ചൊല്ലാം എന്നതിനെപ്പറ്റി രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നത്. വന്ദേമാതരം ആകെ എടുത്താൽ മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ല. നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ വന്ദേമാതരം ആകെ ചൊല്ലേണ്ടതില്ല. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലാം. ഇതാണ് രാജ്യം അംഗീകരിച്ച നയം. പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോൾ കണ്ടത് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നുണ്ട്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുക എന്നത് RSSന്റെ നയമാണ്. RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതിന് ശക്തമായ എതിർപ്പുയർന്നു, വിമർശനമുയർന്നു. ഇപ്പോ വീണ്ടും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് താഴോട്ട് സർക്കുലർ അയച്ചു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആരുടെ നിലപാടാണ്? നമ്മുടെ രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചിട്ടില്ല. എന്തിനാണ് RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്നത്? RSSന്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി കൂടി സമ്പാദിക്കാൻ നോക്കുക. ഇനിയും ദിവസമുണ്ട്. അടിയന്തരമായി ഇടപെടണം. ദുരഭിമാനം കാണിക്കരുത്. ഇത് മതനിരപേക്ഷത പ്രശ്നമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകളെ
കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കാവൂ. ആ കാര്യത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കെല്ലാം വൻ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇപ്പോ സർക്കാർ അയച്ചിട്ടുള്ള സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണം. വന്ദേ മാതരത്തിന്റെ ആദ്യ ഈരടി ചൊല്ലുന്നത് എല്ലാവരും അംഗീകരിച്ചതാണ്. ആ ആദ്യ ഈരടി ചൊല്ലിക്കോട്ടെ, അതിന് തർക്കമില്ല. അതിനപ്പുറം കടക്കാൻ പാടില്ല. ഇതിൽ വ്യക്തത ഉണ്ടാക്കണം. നിങ്ങൾ അറിയുമായിരിക്കുമല്ലോ വഖഫ് ബന്ധപ്പെട്ട പ്രശ്നം. ഇന്ത്യ ഗവൺമെന്റ് BJP നേതൃത്വമുള്ള ഗവൺമെന്റാണ്. BJP നേതൃത്വം RSSനാണ്. RSSന് എല്ലാ കാര്യത്തിലും RSSന്റെ അജണ്ടയില്ല. അവരൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുപോകും. ആ നിയമ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വേണമെന്നാണ്. എല്ലാവരും എതിർക്കും. മതനിരപേക്ഷ ശക്തികൾ ആകെ എതിർക്കും. പാർലമെന്റിൽ വലിയ വിമർശനം അതിനെതിരെയും സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. വലിയ വിമർശനം ഉയർന്നു. സംസ്ഥാന ഗവൺമെന്റ് അതിനെതിരെ കോടതിയിൽ പോയി. അന്ന് LDF ഗവൺമെന്റാണ്. കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് നിയമം അവിടെ പാസ്സായി. ആ നിയമം അനുസരിച്ചുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. പഴയ വഖഫ് ബോർഡിന്റെ കാലപരിധി കഴിഞ്ഞു. ഞങ്ങള് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. ആ പുനഃസംഘടന നടത്തി. എങ്ങനെ? നിയമത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ പുനഃസംഘടന നടത്തി. ആ ഭാഗം കൂടി ഒഴിച്ചിട്ടു. ബോർഡ് നടക്കുകയാണ്, ബോർഡ് പ്രവർത്തിക്കുകയാണ്, ഒരു തർക്കമില്ല. ബോർഡ് പ്രവർത്തിച്ചു വരുന്നു. സംഘം ഒരുപാട് താല്പര്യത്തോടെ അതിനെതിരെ ഒരു ഹർജി പോയി കോടതിയിൽ. അപ്പൊ LDF ഗവൺമെന്റ് അല്ല, UDF ഗവൺമെന്റാണ്. UDF ഗവൺമെന്റ് അങ്ങോട്ട് കയറി പറയാണ്, ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പൊ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. എന്താണിത്? രാജ്യത്ത് ഒട്ടേറെ മതങ്ങളില്ലേ? ആ മതങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മതസ്ഥാപനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു മതത്തിന് ആ മതത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിന്റെ ഭരണ സംവിധാനമുണ്ടോ? ഒന്നിനുമില്ല. എന്തേ ഇവിടെ മാത്രം അത് വരാൻ കാരണം? അത് RSS അജണ്ട. ആ RSS അജണ്ടക്ക് എങ്ങനെ കീഴ്പ്പെടുന്ന നിലനിൽക്കുന്നു? ഇവിടെ ആരാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നത്. എന്താണ് UDF ഗവൺമെന്റ് നയം? ഇത് RSSനുള്ള കീഴ്പ്പെടലല്ലേ? ഇതിൽ പല കീഴടങ്ങൽ വേറെയുണ്ടോ?